ഇടുക്കി നെടുങ്കണ്ടത്ത് പച്ചടിയിൽ ഇരട്ടക്കൊലപാതകമെന്ന സംശയം പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇവ. പച്ചടി, പൊന്നൂട്ടയിൽ മേരിക്കുട്ടി, റെജി എന്നിവരെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. ഇടുക്കി SP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറിയക്കുട്ടിയും 70 വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഒരു മകൻ റെജിയെയും കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, മിസ്സിങ്ങിന് കേസെടുത്തു 57 KP ആക്ട് പ്രകാരം. അതിൻ്റെ ബേസിൽ അന്വേഷണം നടത്തി. പക്ഷേ മനസ്സിലായ കാര്യം ഇവരുടെ വേറൊരു മകനും കൊണ്ടുണ്ട്, സജി ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ നേരത്തെയും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണം നടത്തിയപ്പോൾ സംശയകരമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും കൊലപ്പെട്ടതാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ RDO ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം RDO താമസിയാതെ വരും. അതുപോലെ തന്നെ പോലീസ് സർജൻ സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയിക്കുന്നത് അവരെ കൊലപ്പെടുത്തി ഇവിടെ അടക്കം ചെയ്യുന്നൊരു സംശയമുണ്ട്. എക്സ്ഹ്യൂമേഷൻ നടത്തേണ്ടി വരും. അതിനുവേണ്ടിയാണ് RDO വരുന്നത്. പ്രിൻസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അല്ലേ ഈ രണ്ടുപേരുടെ ശരീരഭാഗങ്ങളാണോ എന്ന്? രഞ്ജിത്ത്, തീർച്ചയായും ഈ 70-കാരിയായ മേരിക്കുട്ടി, മകൻ 48 വയസ്സുകാരനായ റെജി എന്നിവരുടെ മൃതദേഹങ്ങളാണ് എന്നാണ് കരുതുന്നത്. വീടിന് സമീപത്ത് തന്നെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടത്. എന്തായാലും മൃതദേഹാവശിഷ്ടങ്ങൾ ഈ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഫോറൻസിക് സംഘമടക്കം ഇവിടെ എത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇടുക്കി SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവത്തിലെത്തുണ്ട്. ഇവരുടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്ത് വിശദമായ പരിശോധന നടത്തേണ്ട നടപടികളിലേക്ക് ആരംഭിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ റെജിമോനെയൊക്കെ ഈ പ്രദേശത്ത് കാണാനുള്ളെന്ന ഒരു സംശയം. പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇരട്ടക്കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടുക്കി നെടുങ്കണ്ടത്ത് പച്ചയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. വീടിന് സമീപം കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇത്. പച്ചടി, പൊന്നൂട്ടയിൽ മേരിക്കുട്ടി, റെജി എന്നിവരെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രിൻസ്, തുടരാം. തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായാണ് ധന്യയെ ഇത്തരത്തിൽ കാണാതായത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അതിനുശേഷം ഇവരെ ഇവിടെ കാണാതാകുകയും തുടർന്ന് പോലീസ് പരാതി നൽകുകയും തുടർന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇത് സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. മംഗളത്തെ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവരെ അവശിഷ്ടങ്ങളിലേക്ക് കണ്ടെത്തിയത്. എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. മറ്റൊരു വാർത്തയും ഇടുക്കിയിൽ നിന്നാണ്. കാണാതായ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ ധന്യ ഗണേശനെ കണ്ടെത്തി. മാങ്കുളം 50-ാം മൈലിന് സമീപം ഒഴിഞ്ഞ വീടിന്റെ ബാത്റൂമിനുള്ളിൽ അവശനിലയിലാണ് ഇവരെ കണ്ടെത്തിയത്. ഏപ്രിൽ 22-നാണ് ധന്യയെ കാണാതായത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ പോലീസും ഡോഗ് സ്ക്വാഡും നാട്ടുകാരും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. പ്രിൻസ് തന്നെ തുടരുന്നു. പ്രിൻസ്, വലിയ ദുരൂഹമായ സാഹചര്യമാണല്ലോ. ഇവരെങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, അത്തരത്തിലുള്ള വിവരങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ധന്യയെ കഴിഞ്ഞ 22-ാം തീയതി മുതലാണ് കാണാതാകുന്നത്. തുടർന്ന് നാട്ടുകാർ പോലീസിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു. ഇത് തുടർന്നാണ് ഇന്ന് നിലവിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസും ഒക്കെ ചേർന്ന പരിശോധന നടത്തിയത്. മാങ്കുളം 50-ാം മൈലിൽ ആളൊഴിഞ്ഞ വീട്ടിലെ നിന്നാണ് ഇവരെ ഈ അവശനിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ എന്താണ് കാരണങ്ങൾ എന്നത് സംബന്ധിച്ച് വ്യക്തമായ പരിധിയുള്ളൂ. എന്തായാലും പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഇത് കുറേ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഇവിടെ സ്വമേധയാ എത്തപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊണ്ടെത്തിച്ചതായിരിക്കാം. അവശനിലയിലാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഇവരിവിടെ കണ്ടേക്കാം. അത്തരം എന്തെങ്കിലും ദുരൂഹതകളോ എന്തെങ്കിലും ബന്ധങ്ങളോ ഏതെങ്കിലും ഈ അന്വേഷണ വഴിയിൽ സൂചനയായി പോലീസിന് കിട്ടിയിട്ടുണ്ടോ?
ഡിജിറ്റൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തമാക്കുന്നില്ല. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. നാട്ടിൽ നിന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. മുൻപ് ഈ പ്രദേശത്ത് ഒരു കൊലപാതകം നടന്ന ഒരു വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ മരണം നടന്ന വീടിനോട് ചേർന്നാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ വീടിന്റെ ആളൊഴിഞ്ഞ് അവിടെ നിലവിൽ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു വീടാണ്. അതിന്റെ ശുചിമുറിയോട് ചേർന്ന് ശുചിമുറിയിലാണ് ഇവരെ അവസ്ഥയെ കണ്ടെത്തിയത്. മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സംബന്ധിച്ചുള്ള അടക്കമുള്ള അന്വേഷണങ്ങൾ ഇവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ എന്ന അടക്കമുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും വിശദമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുക. എന്തായാലും ഈ സംഭവത്തിൽ ഇവരെ കാണാതായി ദിവസങ്ങളിൽ നാട്ടുകാർ പോലീസ് പരാതി അറിയിച്ചിരുന്നു. എന്നാൽ ഉടൻ തന്നെ ഒരു കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന ഒരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ഇന്ന് എന്തായാലും പോലീസും ഡോഗ് സ്ക്വാഡും അടക്കമുള്ളവർ നാട്ടുകാരുടെ സഹായത്തോടെ പരിശോധന നടത്തുകയും ആവശ്യമില്ലാതെ ഇവരെ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.